ഇന്നത്തെ വ്ളോഗ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മീനാസില. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. ഞാനിത് പറയാൻ കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 2-3 ഇയേഴ്സ് ആവും. ഞാൻ വീഡിയോസൊക്കെ ഷോർട്സ് ചാനലാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. ആ ഷോർട്സിലൂടെയാണ് എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയത്. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ ആരാണെന്നോ ഞാൻ എവിടെ ഉള്ളതാണെന്നോ എന്നെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും അറിയാണ്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുക, ഓൺ വോയിസ് കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര ഒരു ഷൈ ആയിട്ടുള്ള ടൈപ്പായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും എനിക്ക് കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ആക്കിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ആക്കി പോയതിനെ ആ ഒരു ടൈപ്പായിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾ ഒരു 500 സബ്സ്ക്രൈബ് ആവാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് 500 സബ്സ്ക്രൈബ് തന്നെ കിട്ടിയത്. എൻ്റെ വീഡിയോസ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു നമുക്ക് വന്നപ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി വന്നത്. ഇപ്പോൾ ഞാൻ ശരിക്കും യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണാൻ പറ്റും. അത് 1K ആകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് വരാറുണ്ട്. ഞാൻ ഓരോ ടൈം രാവിലെ എണീറ്റ് നോക്കുമ്പോഴും എത്രയായി വ്യൂസ്, അതിലാണ് ഒരു ടൈം എനിക്ക് അതായിരുന്നു ഹാപ്പിനെസ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടായിരുന്നു. ഒരു ദിവസം തന്നെ 2-3 റീൽസൊക്കെ ഇടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ വീഡിയോസിലും കമൻസ് എനിക്ക് പൊതുവെ കുറവാണ്. വ്യൂസ് ആ ഒരു 1K കഴിയുമ്പോൾ തന്നെ എനിക്ക് പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ്. കാര്യം എല്ലാ വീഡിയോസും 1K എബോവ് പോകണമെന്നില്ല. ചിലത് 1Kയിൽ സ്റ്റക്കാവും, ചിലത് 1K എബോവ് പോവും, ചിലത് വെറും 100 വ്യൂസ്, അതിൽ താഴെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില സമയം 1K എബോവ് 10K ആയിട്ടുണ്ട്, 16K ആയിട്ടുണ്ട്, 20K ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ഫീലാണ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഷോർട്സും വ്ളോഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കൂടുതലായിട്ട് വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ അടുത്ത വ്ളോഗ്. ഇതിലാണ് ഞാൻ എന്നെക്കുറിച്ച് പറയാം, അങ്ങനെ ഒരു വീഡിയോ ഇട്ടാലോ എന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ശരിക്കും സ്റ്റിൽ ഇപ്പോഴും എങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചൊക്കെയാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്നെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. പയ്യെ എല്ലാം സെറ്റ് ആവുമായിരിക്കും. പിന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നാസ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ സ്റ്റോറും കൂടി സ്റ്റാർട്ട് ചെയ്തത്. അതും ഞാൻ ഈ പേജിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, കൂടാതെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇതിൽ തന്നെയാണ് നാസ് ഫാഷൻസിന്റെ വീഡിയോസ് ഇടുന്നത്. നാസ് ഫാഷൻസ് വുമൻസ് ക്ലോത്തിങ് സ്റ്റോർ ആണ്. വെയേഴ്സ്, 3 പീസ് സെറ്റ്, കുർത്തീസ്, ഷോർട്ട് കുർത്തീസ്, പിന്നെ കോട്ടൺ 3 പീസ് സെറ്റ്, ചുരിദാർ സെറ്റ്, അങ്ങനെ വുമൻസ് വെയേഴ്സ് ആണ് വരുന്നത്. 1500 താഴെ പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ എൻ്റെ വീഡിയോസ് കാണുന്നവരെ നാസ് ഫാഷൻസും കൂടി സപ്പോർട്ട് ചെയ്യാം. ഓൾ ഇന്ത്യ ഡെലിവറി കൂടി ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.